സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള എറണാകുളം അങ്കമാലി കറുകുറ്റി ശിശുഭവനിലെ കുട്ടികളിൽ RS വൈറസ് പടരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 5 കുട്ടികളിൽ ഒരു കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. 4 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ് RS വൈറസ്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി, എന്തൊക്കെയാണ് ഈ വൈറസ് ബാധ ഈ കുഞ്ഞുങ്ങളിൽ പടരുന്നതിനെ പറ്റി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? CWCക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു രോഗബാധ പടരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അധികൃതർ പുറത്തേക്ക് പറയുന്നില്ല. ആശുപത്രിയിൽ 2 ആഴ്ചയിൽ അധികമായി കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ വൈറസ് ബാധ ചെറിയ കുഞ്ഞുങ്ങളിൽ വരുമ്പോൾ അത് ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കും എത്തിക്കും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും. 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ നില, ഈ കുഞ്ഞുങ്ങളെല്ലാം ICUവിലാണ്. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചത്. ഈ കുഞ്ഞിൻ്റെ നില വളരെ അതീവ ഗുരുതരം എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാനും സാധിക്കും. മറ്റ് 4 കുട്ടികളും ICUവിൽ തുടരുന്നുണ്ട്. ഇത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് 2 ആഴ്ചയിലധികമായി ഈ ശിശുക്ഷേമ സമിതിക്ക് കീഴിലുള്ള ഈ അങ്കമാലി കറുകുറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ ശിശുഭവനിൽ ഈ അസുഖം ഇത്തരത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും CWCയുടെ ഭാഗത്തു നിന്നോ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ നിന്നോ വരുന്നില്ല. എങ്കിലും കുട്ടികളുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. സുജയ, ലേബി സജീന്ദ്രൻ, ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് RS വൈറസ് കൊണ്ടുവരുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക്, തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് അതിൽ നിന്ന് മറികടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിലാകെ നടത്തേണ്ടതല്ലേ? പലതരത്തിലുള്ള പനിയുമായി നിരവധി ആളുകൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സ തേടുകയല്ലേ ലേബി? ഈ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ആരോഗ്യ വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ വേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ചൈൽഡ് മറ്റുള്ള ശിശു സംരക്ഷണ കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഈ അങ്കമാലി കറുകുറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ ശിശു സംരക്ഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കുട്ടികൾ, നവജാത ശിശുക്കൾ ഉൾപ്പെടെ ഉള്ള ചെറിയ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇത് പടരാൻ ഇടയായ സാഹചര്യം വൃത്തിഹീനമായ സാഹചര്യമാണോ അതോ പോഷകാഹാരത്തിൻ്റെ കുറവാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ അസുഖം വന്നത്, എങ്ങനെയാണ് മറ്റു കുട്ടികളിലേക്ക് പടർന്നത് എന്നുള്ള കാര്യമാണ് തീർച്ചയായും അന്വേഷിക്കേണ്ടത്. ആരോഗ്യ വകുപ്പിന്റെ അടിയന്തര ഇടപെടലും ഈ വിഷയത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ 2 ആഴ്ചയിലധികമായി വീടുകളിൽ പനി വരുമ്പോൾ സ്വയം ചികിത്സയിലേക്ക് പോകാതെ അത് ഏതുതരം പനിയാണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പനിയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ റിസർച്ച് ഡെസ്ക് വ്യക്തമാക്കുന്നത് 18 മാസത്തിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലായി രോഗം പ്രകടമാകുന്നത്. താരതമ്യേന പുതിയ വൈറസ് രോഗമാണിത്. ശ്വാസതടസ്സം, മൂക്കൊലിപ്പ്, പനി, കഫം, വലിവ് എന്നിവയാണ് ലക്ഷണങ്ങൾ. ചില കുഞ്ഞുങ്ങളിൽ ന്യൂമോണിയയുടേതുപോലെയുള്ള ലക്ഷണങ്ങളും പ്രകടമാകും. മഴക്കാലത്തും തണുപ്പുള്ള കാലാവസ്ഥയിലുമാണ് കൂടുതലായി കാണുന്നത്. ലോകത്ത് പ്രതിവർഷം 1,60,000 കുട്ടികൾ ഈ RS വൈറസ് ബാധ മൂലം മരിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. അതിവേഗം പകരുന്ന രോഗമായതിനാൽ ഐസൊലേഷൻ വേണ്ടിവരും. 1-2 ആഴ്ച കൊണ്ട് രോഗം ഭേദമാകുന്നതാണ് നിലവിൽ കണ്ടുവരുന്നത്. ആന്റിജൻ ടെസ്റ്റ്, മോളിക്കുലർ ടെസ്റ്റിംഗ്, വൈറൽ കൾച്ചർ എന്നിവയിലൂടെയാണ് രോഗനിർണ്ണയം നടത്തുന്നത്. റാപ്പിഡ് ടെസ്റ്റുമുണ്ട്. ഈ രോഗത്തിന് മരുന്നും കണ്ടുപിടിച്ചതാണ്. അംഗീകൃതമായ 2 മരുന്നുകളുണ്ട്. രോഗം സങ്കീർണമാവുകയാണെങ്കിൽ ചികിത്സാ ചെലവേറും. ആന്റിബയോട്ടിക് ചികിത്സ ഫലപ്രദമല്ല. ഒരിക്കൽ രോഗം വന്ന കുട്ടികൾക്ക് വീണ്ടും രോഗം വരികയും രണ്ടാമത് വരുമ്പോൾ ശക്തി കുറയുകയും ചെയ്യുന്നതാണ് ഇതുവരെ കണ്ടുവന്നതായി ഡോക്ടർമാർ നിരീക്ഷിക്കുന്നത്. ഈ കോവിഡ് അടച്ചുപൂട്ടൽ കാലം അന്ന് 1.5 വർഷത്തോളം കുട്ടികൾ പുറത്തിറങ്ങാതിരുന്നതിനാൽ അവരുടെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയുകയും ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തത് കാരണമാകാം രോഗം കൂടുതലായി കാണപ്പെടുന്നത് എന്നതാണ് പീഡിയാട്രീഷ്യന്മാരൊക്കെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. RS വൈറസ് രോഗം കാണപ്പെട്ടതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് ഡോക്ടേഴ്സ് നിരീക്ഷിക്കുന്നത്. കൂടുതലായി ഇപ്പോൾ ഈ രോഗബാധ കണ്ടെത്തിയതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തി വരികയാണ്. പകരാവുന്ന രോഗമാണ്, അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. ഇപ്പോൾ കുട്ടികൾക്ക് ഈ രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലേബി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലേബി, RS വൈറസ് ബാധ അത് ചെറിയ കുഞ്ഞുങ്ങളിലാണ് കൂടുതൽ കരുതൽ വേണ്ടത്. ആ രീതിയിലുള്ള ഒരു കരുതൽ, പ്രത്യേകിച്ചും അവർക്ക് നൽകുന്ന വെള്ളമടക്കം എല്ലാം സുരക്ഷിതമാക്കി നൽകുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കണം. അങ്ങനെയുള്ള ബോധവൽക്കരണത്തിലേക്കും സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ടോ ലേബി?
സുജയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 2 ആഴ്ചയിലേറെയായി ഇത്തരമൊരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ നിർദ്ദേശങ്ങൾ, അത് പരസ്യമായ ഒരു നിർദ്ദേശമല്ല, രഹസ്യമായ നിർദ്ദേശം CWCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾക്കൊക്കെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഒരു ജാഗ്രത ഇപ്പോൾ പുലർത്തി വരുന്നുമുണ്ട്. ഏതായാലും വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളാണ് കറുകുറ്റിയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലുള്ളത്. ഇവിടെ ഈ അസുഖം പടർന്നു പിടിച്ചിരിക്കുന്നതും ചെറിയ കുട്ടികളിലാണ്. ഇതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ 4 മാസം പ്രായമായ കുഞ്ഞിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വളരെയേറെ ജാഗ്രത ആരോഗ്യ വകുപ്പ് പുലർത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ചെറിയ കുട്ടികളുടെ മേൽ ഉണ്ടാകുന്ന ഇത്തരം രോഗബാധ. സുജയ, ഓക്കെ, 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നില ഗുരുതരമാണ്. ചികിത്സയിലൂടെ ആ കുഞ്ഞിനെ പെട്ടെന്ന് അസുഖം ഭേദമാക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശിക്കാം.